ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന് നമ്മുടെ ശ്രുതിക്ക് 8ൻ്റെ പണി കിട്ടുന്ന എപ്പിസോഡുകൾ അടുത്ത ആഴ്ച തന്നെയാണ് കേട്ടോ. അതായത് അടുത്ത ആഴ്ച നമ്മൾ കാത്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നീലിമ തിരിച്ച് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നീലിമ വന്നതിന് ശേഷം നമ്മുടെ സച്ചിയാണല്ലോ ഏത് സമയം ഓട്ടം വിളിക്കുന്നത്. അങ്ങനെ സച്ചി ഓട്ടം വിളിക്കുന്ന സമയത്ത് തന്നെ സച്ചിക്കായിട്ടൊരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് കൊടുക്കുന്ന സമയത്ത് സച്ചി പറയുന്നതിൻ്റെ വൈഫിനെ കാണിച്ചു കൊടുക്കുന്ന നേരത്ത് മേഡം എനിക്ക് തരുന്ന പോലൊരു ഫോട്ടോ എനിക്ക് വേണം, നമുക്കൊരു സെൽഫി ഒക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ട് നീലിമയായിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കണ്ണട വെച്ചൊക്കെ നമ്മുടെ സച്ചിയുടെ എനിക്ക് കാണുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. അത് കഴിയുമ്പോഴാണ് ഇത് ആരാണ് കൊടുത്തത് തന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് സച്ചി ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് അവിടെ ദേവു ഉണ്ടാവട്ടെ രേവതിയുടെ കൂടെ. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ദേവുവിനെ ആളെ മനസ്സിലാവും. ദേവു പറയുന്നുണ്ട്, ചേച്ചി ഇതെന്നാ കല്യാണത്തിനുണ്ടായിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രേവതിനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ അറിയുന്നുണ്ട്. കാരണം നമ്മുടെ ശ്രുതിയും രേവതിയുമായിട്ടാണ് ആദ്യം കല്യാണം ഉറപ്പിച്ചിരുന്നത്. ആ ഒരു സമയത്ത് ശ്രുതിയെ കാണാനായിട്ടും ആശംസകൾ അറിയിക്കാനൊക്കെ ആയിട്ട് നീലിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നത്, ഇതാണ് നിങ്ങളുടെ ചേട്ടൻ ആദ്യത്തെ കാമുകി എന്ന് പറയുന്ന സമയത്ത് സച്ചി ദേഷ്യത്തോടുകൂടി തന്നെ നീലിമയെ കാണാൻ ചെല്ലുന്നുണ്ട് കേട്ടോ. നീലിമയെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ശ്രുതി പലിശയടക്കം 30 ലക്ഷം രൂപ നീലിമയിൽ നിന്ന് തിരിച്ച് മേടിച്ചു എന്നുള്ള സകല സത്യങ്ങളും സച്ചി അറിയുന്നുണ്ട്. സച്ചി വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഈ ഒരു കാര്യം ശ്രുതിയോടും ചോദിക്കുന്നത്. എന്നാൽ ഇരുവരും വിട്ടൊന്നും തന്നെ പറയുന്നില്ല. ശ്രുതിയാണെങ്കിലോ ഞങ്ങളായിട്ട് ആ ഒരു പണം മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉറച്ചൊരു വാശോടുകൂടി തന്നെ സംസാരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഫുൾ ട്വിസ്റ്റ് വന്നിട്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ സച്ചി നീലിമയോട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ വീട്ടിലേക്ക് ഒന്ന് വരണ, സത്യാവസ്ഥകൾ എല്ലാവരും ബോധിപ്പിക്കണം, ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീലിമയും കൂട്ടിക്കൊണ്ടാണ് സച്ചി ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നീലിമേനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ കിളി മുഴുവൻ പോവാണ്. അങ്ങനെ സത്യാവസ്ഥകളെല്ലാം തന്നെ ചന്ദ്രയും രവിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയുടെ നേരെ ചെല്ലുന്നുണ്ട്. ശ്രുതിനെ ഒരുപാട് തല്ലുന്നുണ്ട്. മാത്രമല്ല ശ്രുതിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, ശ്രുതിനോടായിട്ട് ചന്ദ്ര ചോദിക്കുന്നു, നീ എൻ്റെ അമ്മയോട് പറയാതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിയാണ് ഒന്നും പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു സമയത്ത് ചന്ദ്ര പരമാവധി തന്നെ ശ്രുതിനെ വെറുക്കുന്ന രീതിക്ക് തന്നെ പെരുമാറുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് അടുത്ത ആഴ്ച നിന്ന് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.